ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനൽ സ്റ്റോക്സ്. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ ഉടനെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഇലക്ഷൻ്റെ പുകലുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ചിഹ്നം ഏതാണെന്നും പാർട്ടി ഏതാണെന്നും ഒക്കെ റോബിൻ രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കുണ്ട്ര മണ്ഡലത്തിൽ മോദിജിയെ കൊണ്ടുവരുമെന്നൊരു റോബിൻ രാധാകൃഷ്ണൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് ജയിക്കോ ഇല്ല എന്നൊക്കെ കണ്ടറിയാം. പിന്നെ നിലപാടുകളുടെ രാജകുമാരനായ അഖിൽമാരാവും ഇത്തവണ NDA കാൻഡിഡേറ്റ് ആയിട്ട് ഇലക്ഷനിൽ നിപ്പുണ്ട്. ഓടി നടന്നൊക്കെ ആൾക്കാർക്ക് കൈ കൊടുക്കുന്നുണ്ട്. അതും ജയിക്കോ ഇല്ലെന്ന് കണ്ടറിയാം. പുള്ളിയുടെ വിചാരത്തിൽ ഇപ്പോഴും ബിഗ് ബോസ് ആണ് ഇലക്ഷൻ എന്നും ബിഗ് ബോസ് കണ്ട എല്ലാവരും പുള്ളിക്ക് വോട്ട് കൊടുക്കുമെന്നും പറഞ്ഞാണ് പുള്ളി നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ സിസ്റ്റം കറക്റ്റ് ആണോ? എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ സിസ്റ്റത്തിൽ മാറ്റാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള ഇലക്ഷൻ സിസ്റ്റം ഇപ്പോൾ ഉള്ള രീതിയിൽ നിന്ന് മാറി ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. അതിന്റെ റീസൺസും കാര്യങ്ങളും കൂടെ ചേർത്ത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സാധാരണ ഒരു വീഡിയോസിൽ ഇങ്ങനെ പറയാറില്ല, പക്ഷെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മുടെ നാട്ടിൽ ഇലക്ഷന് നിൽക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ നിൽക്കും, സ്വതന്ത്രന്മാർ നിൽക്കും, അങ്ങനെ പല ആൾക്കാർ നിൽക്കും. സ്വതന്ത്രന്മാർ കയറി നിൽക്കാറുണ്ട്, പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകർ കയറി നിൽക്കാറുണ്ട്. സത്യത്തിൽ എന്തിനാണ് ഇലക്ഷൻ? എന്തിനാണ് ഒരു ജനപ്രതിനിധിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അഫ്കോഴ്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഗവൺമെന്റിനെ അറിയിച്ച് അത് പരിഹരിക്കാനും അതിന് വേണ്ട കാര്യങ്ങളും നടപടികളും സ്വീകരിക്കാനും വേണ്ടിയാണ് ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ഷന് നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരാളിന് ഒരു ക്വാളിഫിക്കേഷൻ അനിവാര്യമല്ലേ? പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്ത ഒരാള് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങി ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനോ ഒരു ക്വാളിഫിക്കേഷൻ, ഇപ്പൊ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അഫ്കോഴ്സ് ഇലക്ഷനിൽ നിന്ന് ജയിച്ച് മന്ത്രി MLA ആവുന്നത് അതൊരു ജോലിയാണ്, ഒരു സേവനമാണ്, നാട്ടുകാരെ സേവിക്കാനായിട്ടുള്ളൊരു ജോലിയാണത്. അപ്പോ ആ ഒരു ജോലിക്ക് അർഹനായിട്ടുള്ള ഒരാളാണ് ഈ ഇലക്ഷനിൽ നിന്ന് ജയിക്കേണ്ടത്. അതായത് ആ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ അയാൾക്ക് വേണം എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. കാരണം ഒരു LD ക്ലർക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എംപ്ലോയി, ഒരു ഗവൺമെന്റ് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നത് PSC എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് ഇട്ട് അതിന്റെ റിസൾട്ട് വന്ന് എക്സാമിന്റെ റിസൾട്ട് വന്ന് റാങ്ക് ലിസ്റ്റിൽ മാസങ്ങളോളം കിടന്ന് എപ്പോഴെങ്കിലും അതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കി ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കി എക്സാം എഴുതി എപ്പോഴെങ്കിലും ആണ് പുള്ളിക്ക് ജോലി കിട്ടുന്നത്. അപ്പോ എന്തുകൊണ്ട് ഒരു ജനപ്രതിനിധിയായിട്ട് ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്ന ഒരാൾക്ക് ഇലക്ഷനിൽ നിൽക്കാനായിട്ടുള്ള ഒരു തകുതിയായിട്ട് ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ടുവന്നൂടാ? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കാനായിട്ട് കോളേജിൽ ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ട്. എന്തുകൊണ്ട് പൊളിറ്റിക്സ് പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇലക്ഷന് നിൽക്കാവൂ എന്നുള്ളൊരു നിബന്ധന അല്ലെങ്കിൽ ഒരു നിയമം കൊണ്ടുവന്നൂടാ? അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കണ്ട അണ്ടനും അടകോടനും ഒക്കെ കയറി ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ട് കൈയിട്ട് വാരലും കുഴി തോണ്ടലും ഒക്കെ കുറേയൊക്കെ അങ്ങ് കുറയും. കാരണം ഇതിനെക്കുറിച്ച് പഠിച്ച് വിവരമുള്ള ഏതെങ്കിലും ഒരുത്തൻ, കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട തന്റെ തൊഴിലാണെന്ന് മനസ്സിലാക്കി ഇലക്ഷന് സമയത്ത് മാത്രം പോയി കൈ നീട്ടി ഇരന്ന് വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ട് കയറിപ്പോയി പിന്നെ തമ്പുരാനും വലിയ ഏമാനും ഒക്കെ കളിക്കുന്ന ഒരുത്തനേക്കാൾ എന്തുകൊണ്ടും ഈ ഒരു വിഷയം, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ച് അറ്റ്ലീസ്റ്റ് അതിലൊരു ഡിഗ്രി എങ്കിലും ഉള്ള ഒരുത്തനെ ഇലക്ഷന് നിർത്തി നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പഠിച്ച് മനസ്സിലാക്കി അവന്റെ ഈ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് അവൻ ചെയ്യേണ്ടതെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരുത്തനെ ഇലക്ഷനിൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വരും. അപ്പോ തലയ്ക്ക് വിവരമുള്ള ഈ ഒരു സബ്ജക്റ്റ്, അതായത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന് അതിനകത്ത് വിവരമുള്ള ഒരുത്തനെ കൊണ്ടുവരാൻ എന്തായാലും ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നില്ല. കാരണം പാർട്ടിക്കാരൊന്നും തന്നെ സമ്മതിക്കത്തില്ല. എങ്കിൽ ഈ കണ്ടനും അടവടനും ഒന്ന് കയറി ഇലക്ഷൻ ജയിക്കാനും ജയിക്കാനും അവന്മാരെ തോന്നിയാസം കാണിക്കാനും അവന്മാരെ പ്രൊപ്പഗണ്ട അജണ്ടയൊക്കെ കൊണ്ടുവന്ന് ഈ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ല. അതെന്തായാലും നടക്കാൻ പോകുന്നില്ലാത്ത ഒരു നിയമമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാനായിട്ട് ഒരു ക്വാളിഫിക്കേഷൻ വേണം, MLA ഇലക്ഷന് നിൽക്കാനായിട്ട് ഒരു ക്വാളിഫിക്കേഷൻ വേണം, MP ആയിട്ട് ഇലക്ഷന് നിൽക്കാനായിട്ട് ഒരു ക്വാളിഫിക്കേഷൻ വേണം. അപ്പൊ ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരുപാട് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ കുറെ കോമാളിത്തരങ്ങൾ ഒഴിവാകും. അതിനെക്കുറിച്ച് വിവരം അറിവുള്ളവന്മാർ ചെയ്യുമ്പോൾ
എന്തുകൊണ്ട് അത് ബെറ്റർ ആയിട്ട് പോകും. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ 5 വർഷത്തിന് മുമ്പ്, അതിന് മുമ്പത്തെ 5 വർഷത്തില് ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി. പുള്ളി അതിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. ധനകാര്യത്തിൽ, അതായത് മണി ആ സംഭവത്തില്, ഫിനാൻസ് എന്ന് പറഞ്ഞ ഒരു പുള്ളി പഠിച്ച ഒരു വിഭാഗമാണത്. അതിലും പുള്ളി ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. പുള്ളി അന്ന് ആ ഒരു കാര്യം കൈകാര്യം ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. കാരണം അതിനെക്കുറിച്ച് പുള്ളിക്ക് ഒരു അറിവുണ്ട്. പുള്ളി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഫീൽഡ് അതാണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുത്തം മാത്രം ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില് ഓരോരോ വകുപ്പും അതാത് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ മാറ്റവും ഡെവലപ്മെന്റും ഓരോ വകുപ്പിലും വരും. അതിൻ്റെ കൂടെ ആ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ പ്രതിഫലിക്കുമ്പോൾ നമ്മുടെ നാടും പോകെ പോകെ പുരോഗമിച്ചോളും. നഷ്ടങ്ങളൊക്കെ ഒരുപാട് നികത്താൻ പറ്റും. ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് ഒരു തന്നെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ജിയോളജിക്കൽ പരമായി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ഒരുത്തനാണ് മന്ത്രിയായിട്ട് കയറിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അവനെന്ത് ചെയ്യും? അവന്റെ ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഭൂമാഫിയക്കോ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികൾക്കോ കാടും മലയെല്ലാം വെട്ടിപ്പിടിച്ച് ഇടിച്ചു പുറന്നു അതെടുത്ത് അവന്മാരെ കീഴി കൊടുക്കും. അവന്മാരവിടെ റിസോർട്ടും കിട്ടി അവന്മാർ പൈസ ഉണ്ടാക്കും. അതേപോലെ തന്നെ ധനകാര്യ വകുപ്പ്, ഇതിനെക്കുറിച്ച് എങ്ങനെ നമ്മുടെ നാടിന് ലാഭമുണ്ടാക്കി എടുക്കാം, നമ്മുടെ നാടിന്റെ വരവ് ചെലവുകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഫിനാൻഷ്യലി നമ്മുടെ നാടിനെ എങ്ങനെ ബെറ്റർ ആക്കി എടുക്കാം, എങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് നികുതി പിടിച്ചെടുക്കുന്ന പൈസ അതിന് വേണ്ട രീതിയിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് അവനോടത്ത് ഒരുത്തനെ പിടിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രിയാക്കി കഴിഞ്ഞാൽ കുറവായി. ഇപ്പോൾ ഉള്ള കടത്തിന്റെ 10 കടമാക്കി വെക്കും. വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസമേ ഇല്ലാത്തവന്മാര് ഇരുന്ന് കഴിഞ്ഞാലോ തീർന്നില്ലേ കാര്യങ്ങൾ. അപ്പോൾ ഇലക്ഷനിൽ നിന്ന് ഓരോ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരും അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. ഇലക്ഷന് നിൽക്കാൻ തന്നെ ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷന് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറയുന്നു. ഇത് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഇലക്ഷനിൽ നിന്ന് ജയിച്ച ആൾ വീണ്ടും ഇലക്ഷന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ 5 വർഷം MLA-യോ MP-യോ മന്ത്രിയോ ഒക്കെ ആയിരുന്ന ഒരാൾ ഈ 5 വർഷം കഴിഞ്ഞ് ഇപ്പോഴും അടുത്ത ഇലക്ഷന് നിൽക്കുകയാണ് സ്ഥാനാർത്ഥിയായിട്ട്. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഈ 5 വർഷത്തിന് മുമ്പ്, അതായത് കഴിഞ്ഞ വർഷം ഇലക്ഷന് നിന്ന സമയത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനങ്ങളുണ്ടല്ലോ, ഓരോരോ വാഗ്ദാനങ്ങളുണ്ടല്ലോ, അതിന്റെ വാഗ്ദാന പത്രിക പബ്ലിഷ് ചെയ്യണം. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പുള്ള വാഗ്ദാന പത്രിക പബ്ലിഷ് ചെയ്യണം. അതിൽ ഒരു 60, 65 അല്ലെങ്കിൽ 70% മുകളിലും, ഒന്നും വാഗ്ദാനം കൊടുക്കുന്ന ഒന്നും ഒരാൾക്ക് പാലിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഗവൺമെന്റ് ഫണ്ടും കാര്യങ്ങളും ഒക്കെ വരുന്നതും ആ രീതിയിലൊക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഒരു 60% മുകളിലെങ്കിലും അയാൾ കൊടുത്ത വാഗ്ദാനങ്ങൾ, അയാൾ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ, ആ ഒരു മണ്ഡലത്തിൽ നടപ്പാക്കുമെന്ന് ഉറപ്പ് കൊടുത്ത പുരോഗമനങ്ങൾ 60% മുകളിലെങ്കിലും നടപ്പിലാക്കിയിരിക്കണം. എന്നാലേ ഇനി ഒരു ഇലക്ഷന് പുള്ളിക്ക് നിൽക്കാനുള്ള അർഹത അഥവാ യോഗ്യത ഉണ്ടാകൂ എന്നുള്ളൊരു നിയമം ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ വാഗ്ദാനം കൊടുത്തിട്ട് ഇലക്ഷന് നിന്ന് ജയിച്ചിട്ട് പൊടി തട്ടിപ്പോകുന്ന അണ്ണന്മാരുണ്ടല്ലോ, പിന്നെ അടുത്ത 5 വർഷത്തേക്ക് ഇലക്ഷന് നിന്ന് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലായിപ്പോ. അപ്പോ ഈ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിച്ചാലേ ഇനി നിൽക്കാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എല്ലാം അതാത് രീതിയിൽ തന്നെ പാലിച്ചോളും. ഇനി മൂന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, ഈ ഇലക്ഷൻ നിൽക്കുന്ന ആൾക്കാരെ പറ്റിയോ അല്ലെങ്കിൽ നിൽക്കേണ്ട ആൾക്കാരുടെ യോഗ്യതയോ ഇതിനെ പറ്റിയോ ഒന്നുമല്ല. നമ്മുടെ കേരളത്തിൽ എത്രത്തോളം കള്ളവോട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടുത്തം നമുക്ക് കിട്ടത്തില്ല. എന്നാലും നടക്കുന്നുണ്ട്. കള്ളവോട്ട് എന്ന് പറഞ്ഞ സാധനം പല സ്ഥലത്തൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തെടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരുപാട് കള്ളവോട്ടുകൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കില്ല പിടുത്തമില്ല. കാരണം തെന്നി നിറച്ചൊക്കെയാണ് എവിടെയെങ്കിലും കേൾക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഭയങ്കരമായ കള്ളവോട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കാൻ ഫിംഗർ പ്രിന്റ് വെക്കണം. എന്തുകൊണ്ട് നമ്മുടെ വോട്ടിംഗ് സിസ്റ്റത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ബാലറ്റിൽ ഫിംഗർ പ്രിന്റിന്റെ സിസ്റ്റം ഇല്ല? എന്തുകൊണ്ട് അത് കൊണ്ടുവന്നുകൂടാ? റേഷൻ കടയിൽ പോയി അരി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് പതിപ്പിക്കണം. ഫിംഗർ പ്രിന്റ് ഇല്ലാതെ ഞണ്ണാനായിട്ടുള്ള അരി പോലും തരത്തില്ല. റേഷൻ കാർഡിൽ വരെ എല്ലാവരെയും ഫിംഗർ പ്രിന്റ് പതിക്കണം, നിർബന്ധമാണ്. ഹെൽത്ത് കാർഡിൽ പതിക്കണം, ആധാർ കാർഡിൽ പതിപ്പിക്കണം. പക്ഷേ ഇത്രയും ഭയങ്കര സംഭവമായിട്ട് ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ ഭരിക്കാനായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവിടെ ഇപ്പോഴും മഷി വരട്ടിയിട്ട് അപ്പോഴേ തുടച്ചു പറഞ്ഞാൽ മാഞ്ഞു പോകുന്ന മഷി വരട്ടല് മാറ്റേണ്ട സമയമായി. നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആധാർ കാർഡ് അവിടെ വെരിഫൈ ചെയ്യാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ പാൻ കാർഡോ പാസ്പോർട്ടോ എന്തെങ്കിലും നമ്മൾ വെരിഫൈ ചെയ്യാൻ കൊടുക്കുന്നു.
വെരിഫൈ ചെയ്യാൻ കൊടുത്തിട്ട് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരാണെന്ന് അവിടെ ഇരിക്കുന്ന കുറച്ച് പാർട്ടി പ്രതിനിധികളും ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ വെരിഫൈ ചെയ്യുന്നു. വെരിഫൈ ചെയ്തിട്ട് പോയി നമ്മൾ പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരുന്നു, മഷി വരുത്തുന്നു. ഇതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. ചെല്ലുക, നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് അവിടെ കൊടുക്കുക, വോട്ട് ചെയ്യാനായിട്ട് പോവുക. ഈ വോട്ട് ചെയ്യുന്ന ബാലറ്റ് മെഷീനിൽ തന്നെ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ വെക്കുക. അവിടെ ഫിംഗർ നമ്മൾ പ്രസ് ചെയ്യുക. നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനായി നമ്മൾ ഈ വ്യക്തിയാണെന്നുള്ള വെരിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ വോട്ട് ചെയ്യുക. നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിംഗർ പ്രിന്റ് ആ സിസ്റ്റത്തിൽ മാർക്കാവുക. അതായത് ആ മാർക്ക് അത് അവിടെ മാർക്കായതിനു ശേഷം നമ്മളിനി ഇന്ത്യയിൽ ഏത് ബൂത്തിൽ ചെന്ന് നമ്മൾ വോട്ട് ചെയ്തില്ല എന്ന് കള്ളം പറഞ്ഞ് നമ്മൾ വോട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും വൺസ് എ ടൈം നമ്മുടെ ഫിംഗർ പ്രിന്റ് അവിടെ മാർക്കായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത ഇലക്ഷന് ഈ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലെ ബാലറ്റ് പെട്ടിയിൽ കൊണ്ടുവരാൻ പറ്റാനിട്ടാണോ? സീരിയസ്ലി കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണോ? എത്രയോ പൈസ എന്തിനെല്ലാം വേണ്ടി ചെലവാക്കുന്നു ഗവൺമെന്റ്. ആവശ്യമുള്ളതിനും അനാവശ്യമുള്ളതിനുമായിട്ട് നമ്മുടെ ഗവൺമെന്റ് എത്രയോ പൈസകൾ ചെലവാക്കുന്നു. ഈ ഒരു സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റിന് ചെലവാക്കാൻ പൈസ ഇല്ലേ? അതിനിപ്പോ BJP ഗവൺമെന്റ് ആയാലും UDF ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കാൻ കഴിഞ്ഞാലും ഈ ഒരു സാധനം കൊണ്ടുവരത്തില്ല. കാരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന്മാർക്ക് തന്നെ അറിയാം കള്ള വോട്ട് എന്ന് പറയുന്ന പരിപാടി നടക്കത്തില്ല. കാരണം കള്ള വോട്ട് കാരണം പല സംസ്ഥാനങ്ങളിലും ഇവന്മാരെല്ലാം ജയിക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി, ഈ ഫിംഗർ പ്രിന്റ് അസസ്മെന്റ് വഴി ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്ത് അയാളെ ആ രീതിയിലൂടെ വോട്ട് ചെയ്യാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ ചത്തുപോയ ആൾക്കാരുടെ അല്ലെങ്കിൽ അന്യരാജ്യത്ത് തൊഴിൽ ചെയ്യാനായിട്ട് പോയ പ്രവാസികളുടെയും പേരിൽ ഇവിടെ കള്ളവോട്ട് നടക്കത്തില്ല. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഇത് കൊണ്ടുവരാനായിട്ട് അവന്മാർ സമ്മതിക്കത്തുമില്ല. ഇതിന് എത്ര ഘോര പ്രസംഗിച്ചാലും ഈ ഒരു സാധനം കൊണ്ടുവരാനും പോകുന്നില്ല. പറയാൻ പോകുന്നത് 4ാമത്തെ പോയിന്റാണ്. അതായത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ കയറുമല്ലോ. അപ്പോൾ ഏത് പാർട്ടിയാണോ ഭരണത്തിൽ കയറുന്നത് ഓരോ വർഷം കൂടുമ്പോഴും ഇവര് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ പാർട്ടി കൊടുത്ത വാഗ്ദാനങ്ങളിൽ 50% മുകളിലെങ്കിലും അവർ പാലിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയിരിക്കണം. ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ റീസൺ നാട്ടുകാരെ, അതായത് ജനങ്ങളെ ബോധിപ്പിക്കുകയും അതിന് ഒരു പോളിംഗ് സിസ്റ്റം കൊണ്ടുവരികയും ഇവർ പറയുന്നതിൽ ജനങ്ങൾക്ക് വിശ്വാസത വരികയും വേണം. അങ്ങനെ വിശ്വാസത വരാത്ത പക്ഷത്തോളം ഇവര് 50% മുകളിൽ ഇവർ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റിനെ തിരിച്ചു വിളിക്കുകയും മന്ത്രിസഭ പിരിച്ചുവിടുകയും പുതിയൊരു ഇലക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് വാഗ്ദാനങ്ങൾ തന്ന് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു പോകുന്ന ടീംസുകളുണ്ടല്ലോ, അവർക്കെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഭരണത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും, ഓട്ടോമാറ്റിക്കലി പുരോഗമനം നടന്നോളും. പക്ഷേ ഈ ഒരു സംഭവം കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ചെലവാകുന്ന ഫിനാൻഷ്യൽ സംഭവം അറിയാലോ, ചില്ലറയല്ല. കോടാനകോടികളാണ് ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. ഒരുപാട് സെക്ടേഴ്സ് അടച്ചിടേണ്ടി വരും. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉള്ളതാണ്. അപ്പൊ ഓരോ വർഷവും ഇങ്ങനെ അനലൈസ് ചെയ്ത് വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ഗവൺമെന്റിനെ തിരിച്ചു വിളിച്ച് ഓരോ സംസ്ഥാനത്തിലും ഓരോ വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെ കൂടുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്ന സംഭവം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതും നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ഒരു നിയമമാക്കി കൊണ്ടുവരികയും ഇതേ രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് കൺഫേം 100%, 100 അല്ല 1001% നമ്മുടെ നാട്ടിലെ അഴിമതി ഇല്ലാതാക്കാൻ പറ്റും. ഇനി അഥവാ അഴിമതി ഇല്ലാതാക്കാൻ പറ്റില്ലെങ്കിൽ പോലും കൈയിട്ട് വാരുന്നതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും അവന്മാർ നാടിന് വേണ്ടി ചെയ്യും, നാട്ടുകാർക്ക് വേണ്ടി ചെയ്യും. ഒബ്വിയസ്ലി നമ്മുടെ നാട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഇന്ത്യയോളം വലിപ്പമില്ലാത്ത, ഇന്ത്യയോളം പോപ്പുലേഷൻ ഇല്ലാത്ത, ഇന്ത്യയോളം GDP പോലും ഇല്ലാത്ത പല രാജ്യങ്ങളും ഡെവലപ്ഡ് ആണ്. ആൻഡ് ഇന്ത്യ ഈസ് സ്റ്റിൽ എ ഡെവലപ്പിംഗ് കൺട്രി. എന്തുകൊണ്ട്? കേരളയിൽ നിന്ന് ഭരിക്കുന്നവരെല്ലാം കട്ടുമുടിച്ച് തിന്നുന്നത് കൊണ്ട്. സോ ഇലക്ഷനാണ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യും എന്ന് തോന്നുന്നവന് മാത്രം വോട്ട് കൊടുക്കുക, അവനെ മാത്രം തിരഞ്ഞെടുക്കുക, അവനെ മാത്രം ഭരിക്കാനും നിങ്ങളെ നയിക്കാനും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പറ്റുമെങ്കിൽ ഷെയർ ചെയ്തേക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. സോ സൈനിങ് ഓഫ് ഷാനൽ സ്റ്റോക്സ് ഫ്രം ഷാനൽ സ്റ്റോക്സ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. Until then, bye bye.